ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിലെ 9-ാമത്തെ അധ്യായത്തിൽ 35 മുതൽ 41 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ലൂക്കാ സുവിശേഷം 9-ാം അധ്യായത്തിലെ മുഖ്യപ്രമേയം യേശു ഒരു അന്ധനെ സുഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ്. അതിൻ്റെ ഏറ്റവും അവസാന നിമിഷത്തിലാണ് യേശുനാഥൻ ഈ കാഴ്ച പ്രാപിച്ച അന്ധനോട് ചോദിക്കുന്നു, നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നു? ആരാണ് ഈ മനുഷ്യപുത്രൻ എന്നുള്ളവൻ്റെ ചോദ്യത്തിന് ഈശോ പറഞ്ഞ മറുപടി, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ്. തന്നെ സുഖപ്പെടുത്തിയവൻ തമ്പുരാനാണ് എന്ന തിരിച്ചറിവ് അവനുണ്ടായിരുന്നു. എന്നാൽ അത് ദൈവപുത്രനായ മനുഷ്യനായി അവതരിച്ച യേശുവാണ് എന്ന് അവന് തിരിച്ചറിഞ്ഞത് പിന്നീടാണ്. യേശു പറഞ്ഞപ്പോൾ അവൻ യേശുവിലുള്ള വിശ്വാസം അറിയിക്കുകയാണ്. ഇവിടെ ഈശോയുടെ ഒരു പ്രതികരണമുണ്ട്. അന്ധരാകാൻ, ആത്മീയ അന്ധത ഭവിക്കുന്ന ചില വ്യക്തികളെക്കുറിച്ച്. അവിടെ നിന്ന് ഫരിസേയർ ഇതിന് പ്രതികരിച്ചു, അപ്പോൾ ഞങ്ങളും അന്ധരാണെന്നാണോ നീ പറയുന്നത്? യേശു പറഞ്ഞു, നിങ്ങൾ അന്ധരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ നിങ്ങൾ അന്ധരല്ല എന്ന് നടിക്കുകയും നിങ്ങൾ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ശിക്ഷാർഹരാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ അറിയുക എന്നത് ഒരു ക്രിസ്ത്യാനിയുടെ മൗലികമായ ഉത്തരവാദിത്വം. ഒരുപക്ഷെ യേശുവിനെ അറിയാത്തവർ യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ നേടുന്നുണ്ടാകും. പക്ഷേ ഞാൻ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് എങ്കിൽ, ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് എങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും പരമമായ ഉത്തരവാദിത്വത്തിൽ ഒന്നാണ് യേശുവിനെ അടുത്ത് അറിയുക, അവനെ അനുധാവനം ചെയ്യുക. ക്രിസ്തു ശിഷ്യന് അന്ധത, ആത്മീയ അന്ധത പാടില്ല എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോ ഗൗരവത്തിൽ പറയുന്നത്, അന്ധരല്ല എന്ന് പറഞ്ഞ് നടക്കുകയും ആത്മീയ അന്ധതയുടെ നടുവിലായിരിക്കുകയും ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സംസാരത്തിലും പെരുമാറ്റത്തിലും രൂപീകരിക്കപ്പെടുന്ന അന്ധതയുടെ ചിത്രമുണ്ടല്ലോ. ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ, അവൻ എൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരാൻ, അവൻ എൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ എടുത്തു മാറ്റാൻ, അവൻ എൻ്റെ കഷ്ടതകളും ദുഃഖദുരിതങ്ങളും എല്ലാം മാറ്റുന്നവനാണ് എന്ന് വിശ്വസിക്കാൻ തടസ്സമായി നിൽക്കുന്ന ചില അന്ധതയുടെ മേഖലകൾ എനിക്ക് നിങ്ങൾക്കുമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇന്നത്തെ തിരുവചനം നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ അന്ധരായി കാഴ്ചയുള്ളവരാണ് എന്ന് ധരിക്കുകയും അന്ധത സ്വതസിദ്ധമായി നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പകൽ മാന്യന്മാരുടെ പുറംപൂച്ചുകളുടെ ലോകമൊന്നും ഈശോയ്ക്ക് താല്പര്യമുള്ള കാര്യമല്ല. അന്ധത എന്നത് നിൻ്റെ ജീവിതത്തിലുണ്ടാകാനേ പാടില്ല. ആത്മീയ അന്ധത ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. നീ ക്രിസ്തു മാർഗത്തിൽ ചരിക്കേണ്ടവനാണ്, ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ടവനാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ തിരുവചനത്തിൻ്റെ പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരാകുവാൻ, ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് ഏറ്റുപറയുന്നവരാകാൻ, ക്രിസ്തുവിൽ ജീവിക്കുന്നവരായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. യേശു അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.